ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫ്രൂട്ട്സ് വെച്ച് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള പുഡിംഗ് റെസിപ്പിയുമായിട്ടാണ്. ഇതൊരു ക്രീമി ടെക്സ്ചറിലുള്ള പുഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു പാനിലേക്ക് 1.5 കപ്പ് പാലൊഴിക്കുക. ഞാനിവിടെ സാധാരണ തണുത്ത പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോർ കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യുന്നതിന് മുമ്പേ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് പാലിൽ കോൺഫ്ലോർ നന്നായിട്ട് കലങ്ങിയതിന് ശേഷം മാത്രമേ ഫ്ലെയിം ഓൺ ചെയ്യാൻ പാടുള്ളൂ. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അതേസമയം തന്നെ നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് റെഡിയാക്കി എടുക്കണം. ഞാനിവിടെ ഒരു 3 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുള്ളൂ. കാരണം നമ്മൾ ഇതൊരു ക്രീമി ടെക്സ്ചറിലുള്ള പുഡിംഗ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ചൈന ഗ്രാസിന്റെ ആവശ്യമില്ല. പിന്നെ കോൺഫ്ലോറും ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കൂടുതലായിട്ട് നമ്മൾ ഇതിലേക്ക് ചൈന ഗ്രാസ് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. പാലിപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അതേസമയം തന്നെ നമ്മുടെ ചൈന ഗ്രാസ് ഇവിടെ റെഡിയായി വരുന്നുണ്ട്. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ പാല് തിളക്കുന്നത് വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ചൈന ഗ്രാസ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ചൈന ഗ്രാസ് നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ചൈന ഗ്രാസ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. അതേസമയം തന്നെ നമ്മൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് പാല് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ചൈന ഗ്രാസ് ഒന്ന് കട്ടിയായി പോവാനും പാല് പിരിഞ്ഞു പോവാനും സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മുടെ ചൈന ഗ്രാസ് അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡ് കൂടി, അതായത് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ പുഡിംഗ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ചൂടാറിയതിനു ശേഷം നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിവിടെ ഒരു ഹാർട്ട് ഷേപ്പിലുള്ള കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും എടുത്തിട്ടുണ്ട്. തണ്ണിമത്തനും അതുപോലെ തന്നെ മുന്തിരി, കറുത്ത മുന്തിരിയും അതുപോലെ തന്നെ പച്ചമുന്തിരിയും പിന്നെ ഉറുമാമ്പഴം എടുത്തിട്ടുണ്ട്. തണ്ണിമത്തൻ ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ്. ബാക്കിയുള്ളതൊക്കെ അതുപോലെ തന്നെയാണ് ഇതിലേക്ക് ഇടുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കേക്ക് ടിന്നിലേക്ക് ഇട്ടിട്ട് എല്ലായിടത്തും ഒന്ന് ഒരുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിലേക്ക് ഒന്ന് ചൂടാറിയതിനു ശേഷം നമ്മുടെ പുഡിംഗ് മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ ചൂടുണ്ടാവാൻ പാടില്ല, എന്നാൽ പറ്റി ചൂടാറാനും പാടില്ല. ചൂട് നന്നായിട്ട് പോയി കഴിഞ്ഞാൽ പുഡിംഗ് മിക്സ് സെറ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ചെറിയ ചൂടിൽ നമ്മൾ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് ഏത് തരം ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇടാം കേട്ടോ. ഓറഞ്ചോ മുസംബി പോലുള്ള ഫ്രൂട്ട്സ് ഒഴിവാക്കുന്നതാവും നല്ലത്. അതിനൊരു പുളിപ്പുരസം ഉണ്ടാവാം. അപ്പോൾ നമുക്ക് മധുരത്തോടു കൂടി ഏതൊരു ഫ്രൂട്ട്സും ഇതിലേക്ക് ഇട്ടാലും ടേസ്റ്റ് ആണ്. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഫ്രൂട്ട്സ് എടുത്തിട്ടേ ഉള്ളൂ. ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ ഇത് നമുക്ക് സാധാരണ നല്ലൊരു പുഡിംഗ് ടെക്സ്ചറിൽ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ ചൈന ഗ്രാസ് ഒരു 6 ഗ്രാം വരെ എടുത്താൽ മതി. 4 to 6 ഗ്രാം വരെ എടുത്താൽ നല്ലൊരു പുഡിങ്ങിൻ്റെ ടെക്സ്ചറിൽ തന്നെ ഇത് കിട്ടും. ഇപ്പോൾ ഏകദേശം ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് കവർ ചെയ്തിട്ട് പുഡിംഗ് മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഇതിൽ ബാക്കി വെക്കുന്നുണ്ട്. നമ്മളൊന്ന് ചെറിയൊരു ബൗളിലൂടെ ഒന്ന് ഇതൊന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് തണ്ണിമത്തനും അതുപോലെ തന്നെ കുറച്ച് മുന്തിരിയും ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫ്രൂട്ട് സലാഡ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു 6 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ ഒരു ചെറിയ ബൗളിലും ഞാൻ ഈ ഒരു പുഡിംഗ് ആക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇപ്പൊ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ചു നേരം ഫ്രിഡ്ജിൽ വെച്ച് എടുത്തതാണ്. ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഒന്ന് എടുക്കുന്ന സമയത്തിന് നമുക്ക് അറിയാൻ കഴിയും നല്ലൊരു ക്രീമി ടെക്സ്ചറിലുള്ള ഒരു പുഡിംഗ് ആണ്. അതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റും ആണ്. ഒന്ന് നമ്മുടെ സാധാരണ പുഡിംഗ് ഒന്ന് വ്യത്യസ്തമായിട്ട് ഒന്ന് ക്രീമി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഫംഗ്ഷൻസ് ഒക്കെ വരുന്ന സമയത്ത് ഈസി ആയിട്ട് എന്നാൽ വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പുഡിംഗ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രീവിയസ് വീഡിയോസ് ഒക്കെ കാണാനും മറക്കരുത്. കൂടാതെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. അതുവരെ ബൈ.